ഹലോ നമസ്കാരം. അങ്ങനെ ഞാൻ വീണ്ടും നമ്മുടെ ലാൽബാഗിലെത്തിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഒരു ബാംഗ്ലൂർ ഒരു ഡെസ്റ്റിനേഷനാണ് കേട്ടോ നമ്മുടെ ലാൽബാഗ്. എനിക്ക് എത്ര കണ്ടാലും മതി വരാത്തതാണ് ലാൽബാഗ്. ഒരിക്കലും നമ്മൾ ലാൽബാഗ് പോകുമ്പോഴേക്കും എനിക്ക് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റാറില്ല. ഞങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമേ കവർ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണല്ലോ, അതായത് നമ്മുടെ ഫ്ലവർ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 7th to 18th ആണ് ഫ്ലവർ ഷോ കേട്ടോ. ഞാൻ പോയിട്ട് 2-3 ദിവസമായി. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു ഈവനിങ് ടൈമിലാണ് പോയത് കേട്ടോ. മഴയൊക്കെ ഉള്ള സമയത്താണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ക്രൗഡില്ല. ഞങ്ങൾ നേരെ ഗ്ലാസ് ഹൗസിലോട്ടാണ് പോയത്. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് പേട്രിയോട്ടിസം ആണ്, മെയിൻലി ട്രിബ്യൂട്ട് ടു കർണാടക ഫ്രീഡം ഫൈറ്റേഴ്സ്. അതിൽ മെയിനായിട്ടുള്ളതാണ് കിത്തൂർ റാണി ചെന്നമ്മ, സംഗോളി റായണ്ണ, അങ്ങനെ ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സിന് നമുക്കിതിനകത്ത് ഈ ഗ്ലാസ് ഹൗസിൽ കയറിയാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കിത്തൂർ ഫോർട്ടാണ് കേട്ടോ. ഇതാണ് മെയിൻ ഇതിൻ്റെ അട്രാക്ഷൻ. ഇതിൻ്റെ വാൾസൊക്കെ നോക്കി, ഇതൊക്കെ ജമന്തിപ്പൂക്കളാണ് കേട്ടോ. നമ്മുടെ ആ ഒരു വാൾ ഇതിലൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ ജമന്തിപ്പൂക്കൾ മാത്രമല്ല, വെറൈറ്റീസ് ഓഫ് ജമന്തിപ്പൂക്കളുണ്ട്. അതല്ലാതെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഓൾമോസ്റ്റ് 70+ വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഈ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഈ കംപ്ലീറ്റ് അലങ്കാരങ്ങൾക്ക് വേണ്ടി എവിടെ നോക്കിയാലും ഫ്ലവേഴ്സിൻ്റെ ഇത് മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ. നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. പിന്നെ ഓരോ കോർണേഴ്സിലായിട്ടുള്ള വേർട്ടിക്കൽ ഗാർഡനും. ഇത് ശരിക്കും ഇവരുടെ സമാധിയായിട്ടുള്ള ആ ഒരു ഇതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആണ്, നല്ലൊരു മ്യൂസിക്കൊക്കെ അവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു ഫീസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോഴേക്കും എനിക്കൊന്ന് 70 or 80 റുപ്പീസ് എൻട്രി ഫീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്ലാസ് ഹൗസിലേക്കൊരു സ്പെഷ്യൽ ഫീയോ സംതിങ്, അങ്ങനെ സ്പെഷ്യൽ ഫീ അല്ല, അത് മെയിനായിട്ടുള്ള നമ്മളെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് നോക്കി. എല്ലാ ഫ്ലവേഴ്സും ഞാൻ യൂഷ്വലി ഇങ്ങനെ കൗണ്ട് ചെയ്യും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 70+ വെറൈറ്റീസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 50+ lakhs ഓഫ് ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ഹൗസിലും. പിന്നെ അതുപോലെ തന്നെ പുറത്തും ഇതുപോലുള്ള പല സ്ഥലങ്ങളിലായിട്ട് ചെറിയ ചെറിയ ഗാർഡൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഗ്ലാസ് ഹൗസിലുള്ള കാഴ്ചകളൊക്കെ ഏകദേശം 1 മണിക്കൂറോളം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും തന്നെ നല്ല ഇരുട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല മഴയുമായിരുന്നു. അതുകൊണ്ടായിരിക്കാം കുറച്ച് ക്രൗഡ് കുറവാണ്. ഇത് നമ്മൾ ഗ്ലാസ് ഹൗസിൽ നിന്ന് ഇറങ്ങി റൈറ്റ് സൈഡ് പോകുന്ന ഈ സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു പീക്കോക്കിൻ്റെയും അങ്ങനെയൊക്കെയുള്ള കുറേ അലങ്കാരം. അപ്പോഴേക്കും നല്ല മഴയായിരുന്നു. അപ്പോൾ ഒരുപാട് കറങ്ങാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഒരു മസ്റ്റ് വിസിറ്റാണ്. സീ യു ഇൻ ദ നെക്സ്റ്റ്.